സവാള, തക്കാളി, പൊട്ടറ്റോ, ക്യാരറ്റ് എല്ലാം ഓരോന്നെടുക്കുക. 10 ചെറിയ ഉള്ളി കൂടി എടുക്കുക. എല്ലാം അരിഞ്ഞെടുക്കുക. അതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾ ഇടുക. പിന്നെ ഞാൻ തുവര കുറച്ചെടുത്ത് ആദ്യം തന്നെ വേവിച്ച് വെച്ചിരുന്നു. അല്ലാതെ ഇതിൻ്റെ കൂടെ ഇട്ടും വേവിക്കാം കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. അതിന് ശേഷം നേക്കെ വെള്ളം ഒഴിക്കുകയെന്ന് ഞങ്ങളുടെ ഇവിടെ പറയുക. മുകളിൽ അങ്ങ് തീരെ മേലെ വരെ വേണ്ട, കുറച്ചധികം മേലെ വരെ വെള്ളം ഒഴിച്ച് ഒരു 8 വിസിലോളം ഞാൻ കേൾപ്പിച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു ഒരു 2 സ്പൂണോളം. പിന്നെ മുളക് പൊടി 1 സ്പൂണോളം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടണം കേട്ടോ. പിന്നെ പിഴുപുളി കൂടി ഒഴിച്ചു. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കണ്ടില്ലേ, അത് പിഴിഞ്ഞൊഴിച്ച് ചെയ്തു. അതിനുശേഷം ഇത് തിളപ്പിച്ചെടുത്തു. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വേറെ സാധനങ്ങളും ചേർക്കാം കേട്ടോ. ഉലുവ ഞാനത് ചേർത്തില്ല. പിന്നെ കുറച്ച് ഏട്ടന് വേണ്ടി മാറ്റി വെച്ചു കായ ഇടാതെ. കായ ഇട്ട് എനിക്ക് മീനാക്ഷിക്കും എടുത്തു തിളപ്പിച്ച്.